ഹായ് ഫ്രണ്ട്സ്, ഒരു മിഡിൽ ക്ലാസ് അടുക്കളയിലേക്ക് വീണ്ടും സ്വാഗതം. രാവിലത്തെ എൻ്റെ ഷോട്ട് നിങ്ങൾ കണ്ടില്ലേ? ഞാൻ മീൻ മേടിക്കാൻ പോയി. അപ്പോൾ നിങ്ങളെ കാണിച്ചായിരുന്നു. ആ മീൻ ഞാൻ വെട്ടിപ്പെറുക്കി കഴുകി ചട്ടിയിലാക്കിയിട്ടുണ്ട്. അതാണ് ഈ ഇരിക്കുന്നത്. ഉണ്ടോ? ഇതാണ് നമ്മുടെ ഇന്നത്തെ അയലക്കറി. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെന്നുള്ള വീഡിയോയിലോട്ട് പോവാം. ഇത് കോട്ടയം സ്റ്റൈല് മീൻ കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ചട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചട്ടിയിലോട്ട് ആദ്യമേ ഞാൻ കുറച്ച് കറിവേപ്പില ഇങ്ങനെ അടുക്കുവാണ്. ചട്ടിയുടെ അടിയിൽ ഇങ്ങനെ കുറച്ച് കറിവേപ്പില ഇങ്ങനെ അടുക്കുന്നു. അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ ഇവിടെ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ കാണിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ കഴുകി വെള്ളത്തിലിട്ട് വെച്ച കുടംപുളിയാണ്. അത് വെള്ളത്തോടു കൂടി കിടക്കുക. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് പുളി ഇങ്ങനെ ചട്ടിയുടെ ഈ കറിവേപ്പിലയുടെ മുകളിലായിട്ട് പുളി ഇങ്ങനെ അടുക്കുക. പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇവിടെ ഇച്ചിരി പുളി വേണ്ടതുകൊണ്ട് ഞാൻ നന്നായിട്ട് പുളി ഇടുന്നു. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർക്കുകയാണ്. നമ്മുടെ മീൻ അയലയാണ്. മുമ്പ് ക്ലീൻ ചെയ്ത് വെച്ച മീനാണ്. ഞാൻ കുറച്ച് ചെറുതായിട്ടാണ് മീനിൻ്റെ പീസ്, ഒരുപാട് വലുതാക്കിയിട്ടില്ല. കാരണം ഒത്തിരി വലിയ പീസെല്ലാം എരിവൊക്കെ പിടിക്കാൻ പാടാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ചെറിയ പീസുകളാണ് ഞാൻ എപ്പോഴും മീൻ ചെറുതായിട്ടാണ് കട്ട് ചെയ്തത്. നമ്മളിതെല്ലാം ഇങ്ങനെ വൃത്തിയായിട്ട് ചട്ടിക്കകത്ത് അടുക്കി കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇനി ഒരു ലെയർ കറിവേപ്പില കുറച്ചിടാം. നമ്മൾ ഇതിങ്ങനെ മീൻ കഷ്ണങ്ങളെല്ലാം ഇങ്ങനെ അടുക്കി കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും കുറച്ച് പുളി. ഇത് ഞാൻ പുളി കുറച്ച് കൂടുതൽ ഇവിടെ പുളി നന്നായിട്ട് വേണം പുളി, അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആവശ്യത്തിനുള്ള പുളി ചേർത്താൽ മതി. പിന്നെ പുളി കഴുകി ഇട്ട് വെച്ച വെള്ളമാണ്, അതും നമുക്ക് കുറച്ച് ഒഴിക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാനിതിൻ്റെ മുകളിൽ ഇടുന്നു. ഇനി ഇത്രയും പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനുള്ള മസാല കുറച്ച് അരയ്ക്കണം. അരച്ചും ചെയ്യാം, അരയ്ക്കാതെയും ചെയ്യാം. അപ്പം ഞാൻ ഈ ചെറിയ മീനൊക്കെ ആകുമ്പം ഞാൻ കുറച്ച് അരയ്ക്കുമ്പോൾ നമ്മുടെ ചാറിനൊക്കെ നല്ലൊരു തിക്നെസ് വരും. അപ്പോൾ ഞാനത് അരയ്ക്കുന്നത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ചട്ടി ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഞാൻ ഇതിനു വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളിയും അതായത് വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായിട്ടല്ല കുറച്ച് നീളത്തിൽ പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ പൊളിച്ച് ചതച്ചൊന്നുമല്ല. അപ്പോൾ ഇത് ഈ എടുത്തു വെച്ചിരിക്കുന്നതിൻ്റെ പകുതി ഇഞ്ചി, അരിഞ്ഞ ഇഞ്ചി നമ്മൾ ഈ മിക്സിയുടെ ജാറിലോട്ട് ഇടുന്നു. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ പകുതി ഭാഗം നമ്മളിതിനകത്ത് ഇടുന്നു. പിന്നെ ഇനി ഇതിനകത്തേക്ക് വേണ്ടത് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് ഒരു 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇത് എരിവുള്ള ചില്ലി പൗഡറാണ്, അതും 2 സ്പൂൺ. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കണം. ഞാനിവിടെ എരിവൊക്കെ കൂടുതലായതുകൊണ്ടാണ് കുറച്ച് കൂടുതലായെല്ലാം ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഇത്രയും സാധനം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളുത്തുള്ളി, ഇഞ്ചി. ഇത് മല്ലിപ്പൊടിയൊന്നും നമ്മൾ ചേർക്കത്തേ ഇല്ല ഇതിന്. ഇത് ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അത് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വരട്ടെ. പിന്നെ ഇതിങ്ങനെ അല്ലാതെയും അരയ്ക്കണമെന്ന് നിർബന്ധമില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, കറിക്കൊരു കുറുകൽ വരാൻ, നല്ല കുറുകിയ ചാറ് വരാൻ വേണ്ടിയിട്ട് ചെറിയ മീനൊക്കെ വെക്കുമ്പോൾ ഞാൻ അരയ്ക്കുന്നതേ ഉള്ളൂ. ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് ഇതിന് പകരം അരിഞ്ഞ് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഫുള്ള് നമുക്ക് ഒന്നിച്ച് വഴറ്റി ഈ പൊടികളും വഴറ്റിയാൽ മതി. പക്ഷേ ഇത് ഞാൻ കുറച്ചിങ്ങനെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് മുളകും കൂടെ ചേർത്ത് അരയ്ക്കുന്നതേ ഉള്ളൂ. അരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അത് ഞാൻ ചെയ്യുമ്പോൾ പറയാം. അപ്പം ഞാൻ ഇത് വൃത്തിയായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റായിട്ടിത് അരച്ചെടുത്തു. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം സ്റ്റൗ വെച്ചു, ചീനച്ചട്ടി വെച്ചു. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കേണ്ടത്. തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ കട്ട പിടിച്ചിരിക്കുക. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത്, ആദ്യം കുറച്ച് കടുക് ചേർക്കണം.
നമ്മൾ 1 സ്പൂൺ കടുകൊന്ന് ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. മീനിനൊക്കെ ഇച്ചിരി കടുക് കൂടുതൽ നല്ലതാണ്. 1 സ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് 1 സ്പൂൺ ഉലുവ പൊടിയല്ല, ഞാൻ ഇങ്ങനെ തന്നെ ചേർക്കുവാണ്. ഒരു 1 സ്പൂൺ ഉലുവ. 1 സ്പൂൺ തന്നെ ഇല്ല കേട്ടോ, 1/4 സ്പൂണോളം. 1/4 സ്പൂൺ ഇച്ചിരി ഇങ്ങനെ വരും, 1 സ്പൂൺ ഇല്ല. ഇതൊന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അരയ്ക്കാനെടുത്ത ഇഞ്ചി വെളുത്തുള്ളിയുടെ ബാക്കിയുണ്ടല്ലോ, ഇരിപ്പുണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതുകൊണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം. കറിവേപ്പിലയൊക്കെ എത്ര ചേർത്താലും നല്ലതാണ്. ഇനി ഇച്ചിരി കറിവേപ്പില കൂടുതൽ ചേർക്കുന്നതാണ് നല്ലത്. നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. മുമ്പ് ഞാൻ പറഞ്ഞത് ഇതാണ്, നമ്മൾ മുമ്പ് അരയ്ക്കുന്നില്ല എങ്കിൽ ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കുകയാണെങ്കിൽ നമ്മളെടുത്ത് വെച്ച ഫുൾ വെളുത്തുള്ളി ഇഞ്ചി വഴറ്റി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളും ചേർത്താൽ മതി. മുളക് പൊടി, മഞ്ഞൾപ്പൊടി അത് ചേർത്ത് വഴറ്റുക. അതിന് പകരം ഞാനത് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി മുളക് പൊടിയും കൂടെ അരച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് കറി ഒന്ന് കുറുകാനാണ് ഞാൻ പറഞ്ഞത്. അതിഷ്ടമില്ല, അത് വേണ്ട, ചിലപ്പോഴൊന്നും ഞാൻ ചെയ്യാറില്ല, സമയമുള്ളപ്പോഴേ ചെയ്യാറുള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വഴറ്റി ചേർത്താൽ മതി. ഇന്ന് ഞാനത് അരച്ചെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ വേണ്ട, നിങ്ങൾക്കത് ഒഴിവാക്കാം സ്റ്റെപ്പ് കേട്ടോ. ഇത് നന്നായിട്ട് വഴന്ന് വരട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾ കോട്ടയത്ത് പലരും പല രീതി വേറെ വെക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. സാധാരണ എല്ലാം പൊതുവെ ഞങ്ങളുടെ വീടുകളിലൊക്കെ, എൻ്റെ വീട്ടിലൊക്കെ വെക്കുന്ന ഒരു രീതി ഇതാണ്. ഇങ്ങനെയാണ് ഞങ്ങൾ വെക്കുന്നത്. ഞങ്ങൾ മല്ലിപ്പൊടി ചേർക്കത്തില്ല, തേങ്ങ ചേർക്കത്തില്ല. തേങ്ങ അരച്ച് കറി വെക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളൊന്നും തേങ്ങ ചേർക്കത്തില്ല. മല്ലിപ്പൊടി ഒരു ശകലം പോലെ ചേർക്കത്തില്ല. പിന്നെ ചെറിയ ഉള്ളിയും ചേർത്ത് തരാം. കാരണം മീൻ ഇത് ചീത്തയാവും, ചെറിയ ഉള്ളിയൊക്കെ ചേർത്താൽ മീൻ പെട്ടെന്ന് ചീത്തയാവുമെന്നാണ് പറയുന്നത്. നമ്മൾ മീൻകറി വെച്ചിട്ട് പൊതുവേ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാറില്ല, പുറത്ത് തന്നെ വെച്ചേക്കുക ചട്ടിയിൽ റെഡിയായ മീൻകറി. എന്നിട്ട് രാവിലെയും വൈകിട്ടും ജസ്റ്റ് ഒന്ന് ചൂടാക്കും മീൻകറി. ചട്ടി എടുത്ത് വെച്ച് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെക്കത്തേ ഉള്ളൂ. ഫ്രിഡ്ജിൽ വെക്കത്തില്ല മീൻകറി. അപ്പോൾ മല്ലിപ്പൊടി ചേർത്താൽ അത് പളിച്ചു പോകുമെന്നാണ് പറയുന്നത്, മല്ലിപ്പൊടിയും ചെറിയ ഉള്ളിയും ചേർത്താൽ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇങ്ങനെ ഒരു പ്രാവശ്യം കേട്ടോ. ഇഷ്ടമാണെങ്കിൽ ചെയ്ത് നോക്കണേ. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി നമ്മൾ അരച്ച് വെച്ചത് ചേർക്കാം. നമ്മൾ മിക്സിയുടെ ജാറോടെ കഴുകി ആ വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചു. നന്നായിട്ടത് വഴറ്റിയെടുക്കുക. അരപ്പ് നന്നായിട്ട് വഴറ്റണം. അരച്ചത് കൊണ്ടാണ് ഇത്രയും തിക്നെസ് വരുന്നത്. അല്ലെങ്കിൽ വരും, എന്നാലും അരയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഒരു കറിക്ക് കുറച്ചുകൂടെ കൊഴുപ്പ് കിട്ടും. അല്ലാതെ വെച്ചാലും വരും കേട്ടോ, എന്നാലും സമയമുണ്ടോ ഇങ്ങനെ ഒന്ന് അരച്ച് വെച്ചാൽ നല്ലതാണ്. ഇനി അരപ്പൊന്ന് നന്നായിട്ട് വഴണ്ട് അതുവരെ നമ്മളിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുക. ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് നമുക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ച് നമ്മൾ ഇത് തിളച്ച് നമ്മൾ ഒരുപാട് ചാറായിട്ടല്ലോ മീൻകറി എടുക്കുന്നത്. അപ്പോൾ തിളച്ച് പറ്റണമല്ലോ. അപ്പോൾ കുറച്ച് ചാറിട്ട് വെച്ചാൽ നമുക്കത് പറ്റി വരുമ്പോൾ നന്നായിട്ട് കഷ്ണത്തിലൊക്കെ എരിവും ഒക്കെ പിടിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്തായിരുന്നു. വേണമെങ്കിൽ ശകലം കൂടെ ചേർക്കാം. ഇതിന് ഇത്രയും മീൻ ഇതായി വരണ്ടേ, വെന്ത് പറ്റി വരണ്ടേ. പിന്നെ ഇതൊന്ന് തിളക്കുക. ഞാനത് ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പ് ഞാൻ ലാസ്റ്റ് മീനിലേക്ക് ഇത് ഒഴിച്ചിട്ട് തിളച്ച് കഴിയുമ്പോഴാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. ആദ്യമേ ഞാൻ ഉപ്പ് ചേർക്കത്തില്ല. അതെന്നാണെന്ന് എനിക്കറിയില്ല, ചിലരൊക്കെ ചേർക്കും. എൻ്റെ വീട്ടിൽ അമ്മയൊക്കെ അങ്ങനെ പറയും, മീൻ തിളച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത്, ആദ്യമേ ഉപ്പ് ചേർക്കത്തില്ല. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. അപ്പം നമ്മുടെ ഇത് തിളച്ചിട്ടുണ്ട്, ചാറ് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി ഇനി ആ ചട്ടിയിലോട്ട് ഒഴിക്കാം. അപ്പോൾ ഞാനിതൊന്ന് മാറ്റുവാണ്. ഇനി നമ്മുടെ മീൻ ചട്ടി, മീനൊക്കെ ആക്കി വെച്ചിട്ട് നമ്മൾ മുമ്പ് അത് ഇങ്ങോട്ട് വെച്ചു. ഇനി നമ്മൾ തിളപ്പിച്ച അരപ്പ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നു.
ചീനച്ചട്ടിയിൽ ശകലം വെള്ളം ഒഴിച്ചിട്ട് അരപ്പ് ഫുള്ളൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ശകലം വെള്ളം കൂടെ ചേർത്ത് അരപ്പൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ചട്ടി ഇങ്ങനെ ഇളക്കരുത്, ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് ചുറ്റിക്കുക. തീ കുറച്ച് വെച്ചിരിക്കുക. ഇതിങ്ങനെ ഒന്ന് ചട്ടിയോട് കൂടി ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. സ്പൂൺ ഇട്ട് ഇളക്കരുത്, ഇങ്ങനെ. ഇനി നമുക്ക് ഇതൊന്ന് തിളക്കട്ടെ, അടച്ച് വയ്ക്കാം. അടച്ച് വയ്ക്കുമ്പോൾ നമ്മൾ ഓരോരോ ടിപ്പുകളാണ് എൻ്റെ അമ്മയൊക്കെ പറയുന്നത്. ഞാൻ ആദ്യം കറിവേപ്പിലയൊക്കെ ആദ്യം അടുക്കിയില്ല, അന്നേരം ഞാൻ പറയാൻ മറന്നുപോയി. നമ്മൾ ഈ മൺചട്ടി പഴയ കാലത്തൊക്കെ നമ്മൾ ഈ സ്റ്റൗവിൽ വെക്കുമ്പം അതിൻ്റെ പുക കയറുമെന്നൊക്കെ പറയില്ല, അടുക്കി പിടിക്കുമെന്നൊക്കെ പറയത്തില്ലേ, അത് ഒഴിവാക്കാനാണ് നമ്മൾ ഈ കറിവേപ്പില ഒരുപാട് അടിയിൽ ഇങ്ങനെ അടുക്കുന്നത്. അപ്പോൾ രുചിയും വരും, ചട്ടി അടുക്കി പിടിക്കത്തുമില്ല. അതുപോലെ തന്നെ അങ്ങനെ പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്, ഒരു സ്പൂൺ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടാണ് നമ്മൾ അടയ്ക്കുന്നത്. അതും കറി അടുക്കി പിടിക്കാതിരിക്കാൻ ഉള്ളൊരു ടിപ്പായിട്ടാണ് അമ്മയൊക്കെ പറഞ്ഞ് ചെയ്യുക. അതുകൊണ്ട് ഞാനത് ശീലമായിപ്പോയി, ഞാൻ അങ്ങനെ ചെയ്യുക. അപ്പം ഞാനിത് ഇതിങ്ങനെ അടച്ച് വെക്കാം, അതൊന്ന് തിള വരട്ടെ. ഈ സ്പൂൺ വെക്കുന്നത് എനിക്കിങ്ങനെ വർക്ക് ആവാറുണ്ട് കേട്ടോ. ഞാനെനിക്ക് അത് അടിക്കി പിടിക്കാറൊന്നുമില്ല, അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന ടിപ്പാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അടച്ച് വെച്ചു. ഇപ്പോൾ തീരെ കുറച്ചല്ല വെച്ചിരിക്കുന്നത്, കുറച്ച് മീഡിയത്തിൽ വെച്ചിരിക്കുക. ഇനി ഒരു തിള വന്ന് കഴിയുമ്പോൾ നമുക്കിതിനേക്ക് ഉപ്പ് ചേർക്കാം. ഇനി അതിലേക്ക് നമുക്ക് തിള വന്നോ നോക്കാം. അപ്പം മീനത് തിളച്ചിട്ടുണ്ട്, തിളയ്ക്കാൻ തുടങ്ങി കേട്ടോ, കണ്ടോ. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങളുടെ എനിക്കതിൻ്റെ കണക്ക് പറയാൻ അറിയത്തില്ല, അതൊക്കെ നമ്മുടെ ഒരു കണക്കിനനുസരിച്ച് ചേർക്കുക. ആദ്യം കുറച്ച് ചേർത്ത് നോക്കിയിട്ട് കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം, അപ്പോൾ അറിയാം നമുക്ക് ഉപ്പിൻ്റെ. അതില്ലെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ കുറച്ച് ചേർത്ത്, ഇനി ഒന്ന് കുറച്ച് പറ്റിയൊക്കെ വരുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് ഒരുപാട് ചാറിട്ടല്ല ഞാൻ ഈ മീൻകറി ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇതൊന്ന് തിളച്ച് കുറുകി വരണം. കുറച്ച് നമ്മൾ തിള വന്ന് കഴിയുമ്പോൾ ഉപ്പ് ഇട്ടതിന് ശേഷം സിമ്മിലാക്കി വെക്കുക. അങ്ങനെ ഇരുന്ന് റെഡി ആയിട്ട് നമുക്ക് നോക്കാം. കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. നമ്മുടെ മീൻകറി അടുപ്പിൽ കയറിയിട്ടുണ്ട്. ഇനി അത് തിളച്ചൊന്ന് പറ്റി വരണം, അതിന് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് എനിക്കിവിടെ കുറച്ച് ക്ലീനിങ് പരിപാടിയുണ്ട്. കണ്ടോ, ഇവിടെ ഒക്കെ ഒന്ന് വൃത്തികളായിട്ട് കിടക്കുകയാണ്, എല്ലാം ഒന്ന് ഒതുക്കി പൊറുക്കണം. എന്നിട്ട് നമുക്ക് കറി റെഡി ആയിട്ട് ഞാൻ ബാക്കി കാണിക്കാം. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയതായിരുന്നു കേട്ടോ, വീഡിയോ കാണിച്ചില്ലെന്നേ ഉള്ളൂ. ഇതെല്ലാം കറക്റ്റായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ചാറൊക്കെ ഇത്രയും മതി. ഇനി അത് ഇരുന്ന് കുറച്ചും കൂടെ ചട്ടിയിലിരുന്ന് കുറച്ചുകൂടെ ചാറ് കുറുകി വരും ഇരിക്കുമ്പോൾ തന്നെ. പിന്നെ ഇത് നമ്മൾ വാങ്ങി വെച്ചിട്ട് ശരിക്കും മീൻകറി നമ്മൾ വെച്ചാൽ എപ്പോഴും അന്ന് തന്നെ കൂട്ടിയാൽ, വെച്ച ഉടനെ കൂട്ടിയാൽ അതിന് ടേസ്റ്റ് ഇല്ല. കുറച്ച് നേരം രാവിലെ വെച്ചാൽ വൈകിട്ടത്തേക്കാണ് അതിൻ്റെ എരിവും പുളിയൊക്കെ പിടിച്ച് മീൻ നല്ല ടേസ്റ്റ് ആവുന്നത്. വൈകിട്ട് വെച്ചാൽ രാവിലെ. ഇപ്പം ഞാൻ വൈകിട്ടാണ് വെക്കുന്നത്, നാളെ രാവിലെ ആകുമ്പോഴത്തേക്കത് സെറ്റാവും. ഉപ്പും ആവശ്യത്തിനുള്ള. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കട്ടെ. ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ്. പിന്നെ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഉപ്പും പുളിയൊക്കെ ഞാൻ ഇവിടെ ഇച്ചിരി പുളി കൂടുതൽ വേണം, ഇച്ചിരി പുളി മുന്നോട്ടാണ് ഞാൻ എപ്പോഴും ചേർക്കുന്ന. ഇടയ്ക്കൊക്കെ നിങ്ങളൊക്കെ വെക്കുമ്പോൾ നിങ്ങളുടെ ഓരോ വീട്ടിലും ഓരോരുത്തരായ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതിനനുസരിച്ച് എരിവും പുളിയൊക്കെ ക്രമീകരിച്ച് ചേർക്കണം. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഓക്കെ ആയിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഒത്തിരി ഇട്ടിട്ടുണ്ട്. മീന് പിന്നെ എത്ര കറിവേപ്പില ഇട്ടാലും നല്ലതാണ്, അതുകൊണ്ട് ഞാൻ ഒരു ശകലം കൂടി അങ്ങോട്ട് ഇട്ടു. അപ്പോൾ ഇത് മതി നമുക്കിത്. ഞാനിത് സ്റ്റവ് ഓഫ് ചെയ്യാണ്. അപ്പോൾ ഓഫ് ചെയ്ത് വാങ്ങും, ഞാൻ വാങ്ങി വെക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ മീൻകറി റെഡി. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതാണ് ശരിക്കുമുള്ള കോട്ടയം മീൻകറി. ഇത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കോട്ടയം സ്റ്റൈലിൽ മീൻകറി ഉണ്ടാക്കുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ ഉണ്ടാക്കുന്നത് ഞാനത് നിങ്ങൾക്കൂടെ പറഞ്ഞു തന്നു. അറിയാൻ ഏതൊരു കുടംപുളിയൊക്കെ ഇട്ട് എങ്ങനെയാണ് മീൻകറി വെക്കുന്നത് എന്നുള്ളത്, കോട്ടയം സ്റ്റൈലിൽ വെക്കുന്നത് ചെയ്യേണ്ടവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. വളരെ നല്ല ടേസ്റ്റാണ് ഇതിന്. ഇന്നിപ്പോൾ എല്ലാവരും കൂട്ടാനായിട്ട് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുവാണ്. ഞാൻ സണ്ടിച്ചാനും അപ്പനും പോലും മീൻകറി വെച്ചാൽ ഉടനെ കൊടുക്കത്തില്ല. അത് വൈകിട്ട് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ, അല്ലെങ്കിൽ 5-6 മണിക്കൂർ എന്നാലേ ആ മീനിൻ്റെ ശരിക്കും ആ മീനിൽ എരിവും പുളിയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് എടുക്കുന്നത്. നാളത്തേക്കത് സെറ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം.
പിന്നെന്താ പറയാനുള്ളത്, എന്തെങ്കിലും എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും നന്നാക്കാൻ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ അടുത്ത വീഡിയോയിലോട്ട് നമുക്ക് കാണുന്നത് വരെ ബൈ ഫ്രം ഒരു മിഡിൽ ക്ലാസ് അടുക്കള.